ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ടൈംപിക്സിൻ്റെ ഓഫർ വാളിനെ കുറിച്ചാണ്. അപ്പോൾ ഓഫർ വാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് ഒരുപാട് ടാസ്കുകൾ കാണും. അപ്പോൾ പലതരത്തിലുള്ള ടാസ്ക് പ്രൊവൈഡേഴ്സ് തരുന്ന ടാസ്കുകളാണ്. ഇപ്പോൾ ഉദാഹരണം പറയുവാണെങ്കിൽ അതിനകത്ത് നിങ്ങൾക്ക് സർവീസ് കിട്ടും, അതുപോലെ തന്നെ ഗെയിംസ് പ്ലേ ചെയ്യാനുള്ള കാണും, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഏതെങ്കിലും ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, അതിനകത്ത് സൈനപ്പ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ടാസ്കിനകത്ത് നമുക്ക് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഓഫർ ടോറോടെ കാണാം, ലൂട്ടബിൾ കാണാം, അതുപോലെ ഒരുപാട് ഓഫേഴ്സ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിനകത്ത് ഗെയിംസിൻ്റെയൊക്കെ ഉണ്ട്. അതായത് ചിലത് 5 ലെവലാകുമ്പം ഇത്ര സെൻറ്റ് കിട്ടും, 10 ലെവലാകുമ്പോൾ ഇത്ര സെൻറ്റ് കിട്ടും, 100 ലെവലാകുമ്പം ഇത്ര $, കിട്ടും, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ഓഫേഴ്സ് ഉണ്ട്. അങ്ങനെയുള്ള ഓഫേഴ്സ് നിങ്ങൾ മാക്സിമം ചെയ്യാതിരിക്കാൻ നോക്കുക. കാരണം വേറൊന്നുമല്ല, ഓഫർ വാൾ വഴി ഇപ്പോൾ ചെയ്യുന്ന ഒട്ടുമിക്ക നിങ്ങളുടെ ടാസ്കുകൾക്കും പൈസ ക്രെഡിറ്റ് ആകാറില്ല. അപ്പോൾ ഞാൻ കുറച്ച് ടാസ്കുകൾ ചെയ്ത് നോക്കിയായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞ് 15 ദിവസത്തിനുള്ളിൽ ക്രെഡിറ്റ് ആകുമെന്നൊക്കെ പറഞ്ഞിട്ടും 15 ദിവസത്തിനുള്ളിൽ ക്രെഡിറ്റ് ആയിട്ടൊന്നുമില്ല. അതുപോലെ തന്നെ കുറേ പേര് സർവീസ് ചെയ്യുന്നുണ്ട് ഓഫർ വാളിലൂടെ. സർവീസ് ഒരിക്കലും ഓഫർ വാളിലൂടെ നിങ്ങൾ ചെയ്യേണ്ട കാര്യമില്ല. കാരണം സർവീസ് നിങ്ങൾ ചെയ്യേണ്ടത് നോർമൽ സർവേ പ്രൊവൈഡേഴ്സിൻ്റെ നോർമലായിട്ട് നമുക്ക് സർവേ ഡാഷ്ബോർഡിൽ കാണുന്ന സർവീസ് നിങ്ങൾ ചെയ്താൽ മതി. നമ്മളെന്തിനാ എക്സ്ട്രാ പോയി ഓഫർ വാളിൽ പോയി തേർഡ് പാർട്ടിയുടെ സർവീസ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് നോർമലായിട്ട് തേർഡ് പാർട്ടിയുടെ അല്ലെങ്കിൽ ജെന്യൂൻ ആയിട്ടുള്ള സൈറ്റിൻ്റെ ടൈംബക്സ് നമുക്ക് പ്രൊവൈഡ് ചെയ്ത് തരുന്നുണ്ട് സർവീസ്. നമുക്ക് സർവേ ടാബിനകത്ത് നമ്മൾ സർവേ ടാബ് വഴി സർവേ ചെയ്താൽ മതി. എന്തിനാണ് ഓഫർ ടാബ് വഴി അല്ലെങ്കിൽ ഓഫർ വാൾ വഴി നമ്മൾ സർവേ ചെയ്യേണ്ട കാര്യമില്ല. അതിൻ്റെ മിക്ക ആൾക്കാർക്കും ക്രെഡിറ്റ് ആകുന്നില്ല. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ സർവീസ് ചെയ്യുമ്പോൾ എപ്പോഴും സർവേ ടാബ് വഴി ചെയ്യുക. ഓഫേഴ്സ് നിങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ സിമ്പിളായിട്ടുള്ള ചിലതൊക്കെ കാണും. നമുക്ക് ജസ്റ്റ് സൈനപ്പ് മാത്രം ചെയ്താൽ മതി, KYC അപ്ലോഡ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ജസ്റ്റ് സൈനപ്പ് മാത്രം ചെയ്താൽ മതി. അങ്ങനത്തെയുള്ള ടാസ്കുകൾ ചെയ്യുക. അങ്ങനത്തെയുള്ള ടാസ്കുകൾ ചെയ്ത് നമുക്കിപ്പോൾ ക്രെഡിറ്റ് ആയില്ലെങ്കിൽ പോലും നമുക്ക് ടൈം അധികം ഇൻവെസ്റ്റ് ആകത്തില്ല. പക്ഷേ നിങ്ങൾ ഗെയിമൊക്കെ കളിച്ച് ഇന്ന ലെവൽ വരേക്ക് എത്തിയിട്ട് നിങ്ങൾക്ക് ക്രെഡിറ്റ് ആയില്ലെങ്കിൽ തീർച്ചയായും അത് നഷ്ടമായിരിക്കും. കാരണം ഞാൻ ഗെയിമിൻ്റെയൊക്കെ പ്ലേ ചെയ്ത് നോക്കിയായിരുന്നു. അപ്പോൾ ഗെയിമൊക്കെ പ്ലേ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് മിക്കതിനെ ക്രെഡിറ്റ് ആയില്ലായിരുന്നു. 30 ഡേയ്സ് 15 ദിവസം അല്ലെങ്കിൽ 20 ദിവസം കഴിഞ്ഞിട്ട് എനിക്ക് ക്രെഡിറ്റ് ആയില്ലായിരുന്നു. ഞാൻ അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾ ഓഫർ വാളിൽ സിമ്പിളായിട്ടുള്ള ടാസ്കുകൾ മാത്രം നോക്കുക, അത് ചെയ്യുക. അതുപോലെ തന്നെ ഒരുപാട് ഓഫർ സെക്ഷനുണ്ട്. പിന്നെ നിങ്ങൾക്ക് അതിനകത്ത് ഇപ്പോൾ നമുക്ക് 15 ദിവസത്തിനുള്ളിൽ അവർ നമുക്ക് തരുമെന്ന് പറഞ്ഞാൽ അത് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് കംപ്ലയിൻറ്റ് ചെയ്യാനുള്ള അതിൻ്റെ താഴെ തന്നെ സപ്പോർട്ട് സെക്ഷനുണ്ട്. പക്ഷേ സപ്പോർട്ട് സെക്ഷനിൽ ഞാൻ മെസ്സേജ് അയച്ചിട്ടും എനിക്ക് റിപ്ലൈ ഒന്നും തന്നില്ല. കാരണം വേറൊന്നുമല്ല, ടൈംബക്സ് തന്നെ പറയുന്നുണ്ട്, ആ ഓഫർ സെക്ഷൻ്റെ അവിടെ പറയുന്നുണ്ട്, ഇത് തേർഡ് പാർട്ടിയാണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ടൈംബക്സിന് അതിന് ഡയറക്റ്റ് ഉത്തരവാദിത്തമില്ല അതിനകത്ത്. അപ്പോൾ തേർഡ് പാർട്ടിയാണ് നമുക്ക് പൈസ തരേണ്ടത്. അപ്പം അങ്ങനെ വരുന്നത് ഒരുപാട് ഇപ്പം കുറേ പേർക്കൊന്നും പേയ്മെൻറ്റ് കിട്ടുന്നില്ല. എനിക്ക് ഒരുപാട് കമൻറ്റും മെയിലൊക്കെ വന്നായിരുന്നു, കുറേ പേർക്കൊന്നും ഓഫർ വാളിൽ പേയ്മെൻറ്റ് കിട്ടുന്നില്ലെന്ന്. അപ്പോൾ ഓഫർ വാളിൽ നിങ്ങൾ ഒരിക്കലും സർവീസ് പോലത്തെ കാര്യങ്ങളൊന്നും ചെയ്യണ്ട. ഓഫർ വാളിൽ നിങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് ഇപ്പം നമുക്ക് മൺഡേ ടു ഫ്രൈഡേ സർവീസ് കിട്ടും. അപ്പോൾ ശനി ഞായർ നമുക്ക് സർവീസ് കിട്ടത്തില്ല. ആ ദിവസങ്ങളിൽ നമുക്ക് വേണമെങ്കിൽ ഓഫർ വാളിൽ ചെറുതായിട്ടുള്ള ടാസ്കുകൾ ഏതെങ്കിലും ജസ്റ്റ് സൈനപ്പ് ചെയ്യുക, അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ, അതും നിങ്ങൾ KYC അപ്ലോഡ് ചെയ്യണമെന്നും ചെയ്യേണ്ട ഒരിക്കലും കാര്യമില്ല. അപ്പം ജസ്റ്റ് സൈനപ്പ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ ജസ്റ്റ് സൈനപ്പ് ചെയ്ത് നോക്കുക. അതിപ്പോൾ ക്രെഡിറ്റ് ആയ നിങ്ങൾക്ക് സെൻസ് കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ ക്രെഡിറ്റ് ആയില്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തൊന്നുമില്ല. അതുകൊണ്ട് മാക്സിമം ഓഫർ വാൾ എന്നുള്ള ആ സെക്ഷൻ നിങ്ങൾ അവോയ്ഡ് ചെയ്തിട്ട് ടാസ്ക് ചെയ്യുക കൂടുതലും. അപ്പോൾ ടാസ്ക് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് പേയ്മെൻറ്റ് കിട്ടുന്നതായിരിക്കും. കാരണം ടാസ്ക് പ്രൊവൈഡേഴ്സിൻ്റെ ഇന്ന് നേരത്തെ തന്നെ ടൈംബക്സ് ഓൾറെഡി കാശ് മേടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഡിവൈഡ് ചെയ്ത് തരുവാണ്. നമ്മൾ ടാസ്ക് ചെയ്യുമ്പോൾ അത് നമുക്ക് ഡിവൈഡ് ചെയ്ത് തരുകയാണ്. അപ്പോൾ നിങ്ങൾ ഓഫർ വാളിൻ്റെ മാക്സിമം നിങ്ങൾ ചെയ്യാതിരിക്കാൻ നോക്കുക. അതുപോലെ തന്നെ ടാസ്ക് കൂടുതൽ ചെയ്യാൻ ശ്രമിക്കുക. ഒരുപാട് ടാസ്കുകൾ വരുന്നുണ്ട്. ഇതുപോലെ ആപ്ലിക്കേഷൻ്റെയൊക്കെ ഒരുപാട് ടാസ്കുകളുണ്ട്. ടാസ്ക് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ അവർ ടൈംബക്സ് നേരത്തെ തന്നെ ടാസ്കിൻ്റെ പൈസ നേരത്തെ തന്നെ ആ പ്രൊവൈഡേഴ്സിന് മേടിച്ച് വെച്ചിട്ടുണ്ട്. അത് ഇൻഡിവിജ്വലാണ് ടാസ്ക് തരുന്നത്. നമുക്ക് ഇൻഡിവിജ്വലാണ് ടാസ്ക് തരുന്നത്. അപ്പോൾ ആ ഇൻഡിവിജ്വലിൽ നിന്ന് പൈസ ഓൾറെഡി ടൈംബക്സ് തന്നെ നേരത്തെ മേടിച്ച് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് അവർ കറക്റ്റായിട്ട് 1 ദിവസം അല്ലെങ്കിൽ 2 ദിവസം കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അത് നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ്, ഷെയർ ചെയ്യുക. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നതാണ്. തീർച്ചയായും റിപ്ലൈ തരുന്നതായിരിക്കും. അതുപോലെ തന്നെ വെബ്സൈറ്റ് ഉണ്ട്, www.tgsvlogger.com എന്ന് പറഞ്ഞ വെബ്സൈറ്റ്. മണി മേക്കിംഗ് ആപ്ലിക്കേഷനെ കുറിച്ചും അതുപോലെ തന്നെ വെബ്സൈറ്റിനെ കുറിച്ച് ഞാൻ ഡീറ്റെയിൽസ് ആയിട്ട് അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ഏതെങ്കിലും ആപ്ലിക്കേഷനെ കുറിച്ചോ അല്ലെങ്കിൽ വെബ്സൈറ്റിനെ കുറിച്ചോ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ തീർച്ചയായും നിങ്ങൾക്കത് വിസിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്.